വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ബോബിക്കെതിരായ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കും എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീയെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വിലയിരുത്തരുത് എന്ന് കൃത്യമായി ജാമ്യ ഉത്തരവിൽ പരാമർശമുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നത് ഏത് മലയാളിക്കും ബോധ്യപ്പെടുന്നതാണ് എന്നും കോടതി നിരീക്ഷിക്കുകയാണ്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുമ്പോഴെല്ലാം കൃത്യമായി ഹാജരാകണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ജാമ്യം ലഭിക്കുമ്പോഴും ഈ കേസിന്റെ ഗൗരവം കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള ജാമ്യ ഉത്തരവ് തന്നെയാണ് കോടതി നൽകിയിട്ടുള്ളത്. നേരത്തെ വാദത്തിന്റെ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ പോലീസ് കസ്റ്റഡി അപേക്ഷ പോലും നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. നേരത്തെ വാദത്തിന്റെ ഘട്ടത്തിൽ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിച്ചേക്കും എന്ന വാക്കാൽ പരാമർശം നടത്തിയിരിക്കുന്നു. ഇതിന്റെ ഔദ്യോഗികമായ പകർപ്പ്, അതായത് കോടതിയുടെ ഉത്തരവ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നവമി ഉപാധികളോടെ ജാമ്യം, അന്വേഷണ ഉദ്യോഗസ്ഥരോട് സഹകരിക്കണം, കൃത്യമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ട സമയങ്ങളിൽ എത്തണം, അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ജാമ്യ ഉത്തരവിൽ കാണാൻ സാധിക്കുന്നത്. അഭിലാഷ്, കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 50,000 രൂപയുടെ ബോണ്ട്, തത്തുല്യമായിട്ടുള്ള ആ ജാമ്യത്തിൽ വ്യവസ്ഥകൾ ബാധകമാണ്. സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കും, മറ്റുള്ളവരെ കുറിച്ച് പരാമർശം നടത്തുമ്പോൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് കൂടി ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമായല്ല, കറുത്തത്, തടിച്ചത്, മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിനോട് അന്വേഷണവുമായി സഹകരിക്കണം, സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നുകൂടി കോടതി അറിയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതി ഈ ഒരു ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഈ ബോഡി ഷേമിംഗുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടയിലാണ് ഈ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട കേസ് വരുന്നതും ഈ ദ്വയാർത്ഥ പ്രയോഗം അത് ഇന്ന് തന്നെ കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. ഈ പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചത് ഇതൊരു ബോഡി ഷെയ്മിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മോശം പരാമർശമായി കാണാൻ കഴിയില്ല എന്ന തരത്തിൽ വാദിച്ചപ്പോൾ കോടതി കൃത്യമായി പറയുന്നുണ്ട്, പ്രഥമ ദൃഷ്ട്യാ ഇതൊരു ബോഡി ഷെയ്മിംഗ് ആണ് അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് കൃത്യമായി മനസ്സിലാകുമെന്ന് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയിരിക്കുന്നത്. അതിലെടുത്തു പറയുന്നുണ്ട്, സമാനമായിട്ടുള്ള കുറ്റം, അതായത് ഇനി ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വഴി ആയിക്കോട്ടെ പരാമർശങ്ങൾ ആവർത്തിക്കരുത്, അതങ്ങനെ ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരം പരാമർശങ്ങൾ ഇനി പൊതുസമൂഹത്തിൽ പറയുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണമെന്ന് കൂടി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ അതൊരു അടിയന്തര സാഹചര്യത്തിൽ ഈ ഹർജി എടുക്കണമെന്ന് പറയുന്നപ്പോൾ തന്നെ കോടതി അന്ന് തന്നെ ആവർത്തിച്ചിരുന്നു, കുറ്റക്കാരനോട് പറയൂ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് കോടതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് ഇപ്പോൾ ജാമ്യ വ്യവസ്ഥയിലും പറഞ്ഞിരിക്കുന്നത്. സമാനമായിട്ടുള്ള കുറ്റം ആവർത്തിച്ചാൽ ജാമ്യം റദ്ദാക്കപ്പെടും, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുകൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ ബോഡി ഷേമിംഗ് പൊതു സമൂഹത്തിന് തന്നെ ഒരു നിർദ്ദേശം കൂടിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അനുവദിക്കില്ല, വെളുത്തത്, തടിച്ചത്, കറുത്തത് അത്തരത്തിലുള്ള ബോഡി ഷേമിംഗിന് വിധേയമാകുന്ന യാതൊരു പരാമർശവും നടത്താൻ പാടില്ല എന്ന് പൊതുസമൂഹത്തിന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്.